വായിലെ ക്യാൻസറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിൽ ആദ്യം വരുന്നത് പുകവലിയാണ്. പുകയിലയുടെ ഉപയോഗം ഇതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണെന്നത് ശരിയാണെങ്കിലും വായിലെ ക്യാൻസർ പുകവലിക്കുന്നവരിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒന്നാണ് വായിലെ ക്യാൻസർ. റിപ്പോർട്ട് കാണാം. പുകവലിക്കാത്ത ആളുകളിലും പുകയില ചവയ്ക്കൽ, അമിതമായ മദ്യപാനം, വൈറസ് ബാധകൾ, മോശം വായ ശുചിത്വം, അനാരോഗ്യകരമായ ജീവിതശൈലി എന്നിവ കാരണം ഈ രോഗം വരാൻ സാധ്യതയുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ വായിലെ കോശങ്ങളെ നേരിട്ട് ബാധിക്കുകയും ക്യാൻസറിന് കാരണമാവുകയും ചെയ്യുന്നു. പുകയില ഏത് രൂപത്തിലായാലും അത് പൂർണ്ണമായി ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം. ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഉണങ്ങാത്ത വായ്പുണ്ണുകൾ നിസ്സാരമായി കാണരുത്. പ്രത്യേകിച്ച് അവ ഇടയ്ക്കിടെ വരികയോ വേദനയോ രക്തസ്രാവമോ ഉണ്ടാവുകയോ ചെയ്താൽ ഡോക്ടറെ കാണിക്കണം. മാനസിക സമ്മർദ്ദം കൊണ്ടോ എരിവുള്ള ഭക്ഷണം കഴിച്ചതുകൊണ്ടോ ആണ് വായ്പുണ്ണെന്ന് കരുതി പലരും ഇത് അവഗണിക്കാറുണ്ട്. മിക്ക വായ്പുണ്ണുകളും സാധാരണമാണെങ്കിലും വിട്ടുമാറാത്തവ കൃത്യമായി പരിശോധിച്ച് ഗുരുതരമായ കാരണങ്ങളിൽ നിന്ന് ഉറപ്പുവരുത്തണം. വായിനകത്തോ നാക്കിലോ കാണുന്ന അസാധാരണമായ വെളുത്തതും ചുവന്നതുമായ പാടുകൾ, കട്ടിയുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ നിറവ്യത്യാസങ്ങൾ എന്നിവ കോശങ്ങളിലെ പ്രാരംഭമാറ്റങ്ങളുടെ ലക്ഷണമാകാം. കാരണമില്ലാതെ തൊണ്ടയിൽ അനുഭവപ്പെടുന്ന അസ്വസ്ഥത, ശബ്ദത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം, ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, വായ്ക്കുള്ളിലെ തരിപ്പ് അല്ലെങ്കിൽ താടിയെല്ല് ചലിപ്പിക്കാനുള്ള പ്രയാസം എന്നിവ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാം. കാരണമൊന്നുമില്ലാതെ പല്ലുകൾ ഇളകുകയോ പല്ല് പറിച്ചതിനു ശേഷം ആ ഭാഗം ഉണങ്ങാതിരിക്കുകയോ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. കൂടാതെ കഴുത്തിലോ താടിയെല്ലിന് താഴെയോ ഉണ്ടാകുന്ന വിട്ടുമാറാത്ത വീക്കങ്ങളും മുഴകളും വായിലെ ക്യാൻസറിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. വായിലുണ്ടാകുന്ന ഏത് മാറ്റവും ക്യാൻസർ ആകണമെന്നില്ല. എങ്കിലും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുന്നത് സുരക്ഷിതമായിരിക്കും.